അങ്ങനെ ആറ്റ് നോറ്റ് കൊതിച്ചിരുന്ന് എനിക്കും ചക്ക കിട്ടിയിട്ടാ. ഡാഡി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരു കുഞ്ഞ് ചക്കയുടെ കിട്ടിയത് കറി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഴുപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരെണ്ണം കൊണ്ടുവന്നത്. അത് നല്ല മൂത്തതായിരുന്നു. പക്ഷേ ഒരു പണി പറ്റി. ഡാഡി അത് മോളിൽ നിന്ന് കൊത്തിയിട്ട സമയത്ത് താഴെ വീണത് വിണ്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തൊക്കെ അതിങ്ങനെ നല്ലോണം ചീത്തയായി തുടങ്ങിയിട്ടുണ്ടായി, ചീഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുളിപ്പൊക്കെ വെച്ചൊരു അവസ്ഥയിലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പുളിപ്പ് വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുളിപ്പ് വെച്ചത് നല്ലോണം പഴുത്താലും രസമാണ്. പക്ഷേ ആ പഴുത്തങ്ങോട്ട് തുടങ്ങില്ലേ, ആ സമയത്ത് കഴിക്കാനും നല്ല രസമാണ്. ഈ ചക്ക പക്ഷേ ഒട്ടും മൂത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇടിച്ചക്കപ്പാകമല്ല, ഇടിച്ചക്കപ്പാകം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം വേഗം വെട്ടി കഴുകി വൃത്തിയാക്കിയതാ. മമ്മി ഞാനും എല്ലാവരോടും കൂടി ഇരുന്നിട്ട് അത് വേഗം അങ്ങോട്ട് നന്നാക്കി എടുത്തു. നമ്മൾ സാധാരണ ഇപ്പോൾ മുളകും അതുപോലെ ചെറിയുള്ളിയൊക്കെ കുത്തിച്ചതച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒലുത്തിയെടുക്കാമെന്നാണ് നമ്മൾ പറയുക കേട്ടോ അതിന്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വേറെ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എരിശ്ശേരിയൊക്കെ വെക്കില്ലേ എന്ന രീതിയിലും വെക്കാറുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ തേങ്ങ എല്ലാം ഒതുക്കിയിട്ട് നമുക്കത് ചോറിൻ്റെ കൂടെ ഇപ്പോൾ അവിയൽ പാകം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അളവിലാണ് എടുത്തത്. പുഴുക്ക് പോലെ അല്ല എടുത്തത്. പുഴുക്ക് പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വേവിക്കാണ്ടൊക്കെ എടുക്കണം. അതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ നന്നായിട്ട് നീളത്തിലൊക്കെ അരിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാത്രിയാണ് കേട്ടോ ഇരുന്ന് നന്നാക്കണേ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയത്ത് എന്തായാലും കഴിക്കില്ല. അപ്പോൾ ഇതെല്ലാനും ഒന്ന് നന്നാക്കി എടുത്ത് വൃത്തിയായിട്ട് കഴുകി നമ്മളത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരടി അടിച്ചിട്ട് വെച്ചു. ഒരു ഒറ്റ വിസിലങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഒരു പകുതി വേവിൽ കിട്ടി. പിറ്റേ ദിവസം എന്താ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം. ഇത്ര തേങ്ങ വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതി. ഇതെല്ലാം കൂടി ഇതാ ഒതുക്കിയിട്ട് വീണ്ടും, അപ്പോൾ പകുതി വേവേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ചക്കയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടം ഒരു അവിയൽ പാകത്തിലൊക്കെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കുഴഞ്ഞിരിക്കും. അപ്പോൾ ഈ അരപ്പും ചേർത്തു, ഇത്തിരി കൂടി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല പാകത്തിന് അത് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മളിനി കടുക് വറുത്ത് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ എണ്ണ ചൂടാക്കി അതിനകത്ത് ആദ്യം കടുകിടുക. അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, അതുപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടണം കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വറവാക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ചക്ക അവിയൽ റെഡിയായി. അപ്പം ഇങ്ങനെ കുഴഞ്ഞിരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് ഈ വെള്ളം അധികം ചേർക്കണ്ട. നമ്മൾ തേങ്ങ ഒതുക്കിയത് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് നമ്മൾ കടുക് വറുത്തിട്ടാലും മതി. ഇതിപ്പോൾ നമുക്കൊരു കുഴമ്പ് പാകത്തിന്, അല്ലെങ്കിൽ ഒരു കുഴഞ്ഞിരിക്കുന്ന പാകത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതാ മമ്മിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഇപ്പോൾ പിള്ളേർക്കും ഒക്കെ ഇങ്ങനെ ചെയ്താൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ചക്ക എങ്ങനെ വെച്ചാലും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ
പഴുത്ത ചക്ക ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അതിൻ്റെ ചീഞ്ഞു പോയ ഭാഗങ്ങളെല്ലാം മാറ്റി അതിൻ്റെ ചുളയെല്ലാം എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി കുരുവെല്ലാം കളഞ്ഞ് ഞങ്ങളത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കഴിക്കേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ചക്കടി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിങ്ങനെ വരട്ടിയെടുത്ത് വയ്ക്കും. അങ്ങനെ ചെയ്യാനായിട്ടും ഒക്കെ മാറ്റി മാറ്റിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇത് നല്ല പാകമായിരുന്നു കേട്ടോ, പുളി പാകമായിരുന്നു. പക്ഷെ കുറേ കഷ്ണം പോയി, വിണ്ട് പൊളിഞ്ഞിരുന്നുകൊണ്ട് കുറേ ആ ഭാഗങ്ങളൊക്കെ ചീത്തയായി പോയി. എന്തായാലും ഇതാണ് ഞങ്ങളുടെ ചക്ക വിശേഷം. ചക്ക എന്താ പറയുക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നാട്ടിലുള്ള സമയത്ത് ചക്കയ്ക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല. ചക്ക വേണ്ടായിരുന്നു, എത്ര കിട്ടിയാലും വേണ്ട എന്ന് പറയാറ്. പക്ഷേ കിട്ടാത്ത സ്ഥലത്ത് വന്നപ്പോഴാണ് ചക്കയുടെ വില അറിയണത് കേട്ടോ. പിന്നെ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊന്നും വിലയാണെന്ന് തന്നെ പറയാം. അത് പൊന്നു കൊടുത്താലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചീഞ്ഞതാണെങ്കിലും എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചക്കക്കുരു വേഗം മാറ്റി വെച്ചു. അപ്പോൾ ചക്കക്കുരൊക്കെ മാറ്റി ചക്ക എല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചതാ. ഇത്രത്തോളം ചക്കക്കുരു കിട്ടിയിട്ടോ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.